ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇംഗ്ലീഷ് ഗ്രാമറിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടെൻസസ്. ടെൻസസ് എന്ന് വെച്ചാൽ മലയാളത്തിൽ കാലങ്ങൾ എന്നാണ് അർത്ഥം. ടെൻസസ് ഇൻഡിക്കേറ്റ് ദ ടൈം ഓഫ് ആൻ ആക്ഷൻ ഓർ ഫോം ഓഫ് വേർബ് യൂസ്ഡ് ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ള വേർബിന്റെ രൂപം അനുസരിച്ചാണ് അത് ഏത് ടെൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒരു പ്രവൃത്തി നടന്ന സമയത്തെ സൂചിപ്പിക്കുന്നതിനാണ് വ്യത്യസ്ത ടെൻസസ് ഉപയോഗിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ സമയത്തെ സൂചിപ്പിക്കുന്നതാണ് ടെൻസസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ 3 ടെൻസുകളാണ് ഉള്ളത്: പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്നാൽ ഭൂതകാലം അഥവാ കഴിഞ്ഞുപോയ കാലം. പ്രസന്റ് ടെൻസ് എന്നാൽ വർത്തമാനകാലം അഥവാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഇനി ഫ്യൂച്ചർ ടെൻസ് എന്നാൽ ഭാവി കാലം അഥവാ വരാനിരിക്കുന്ന സമയം. ഇതിലെ ഓരോ ടെൻസിനും 4 സബ് ഡിവിഷനും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് പ്രസന്റ് ടെൻസ് എന്താണെന്ന് നോക്കാം. പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആക്ഷൻസ് ദാറ്റ് ആർ ഹാപ്പനിങ് റൈറ്റ് നൗ ഓർ ഓൺ ഗോയിങ്. പ്രസന്റ് ടെൻസ് എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വിവരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് ടെൻസിനെ 4ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിലെ സിമ്പിൾ പ്രസന്റ് എന്നാൽ പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ആൻ ആക്ഷൻ ഓർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഹാബിച്വൽ ഓർ റിപ്പീറ്റഡ് ആക്ഷൻസ് ഓർ യൂണിവേഴ്സൽ ട്രൂത്ത്സ്. ഒരു പ്രവൃത്തിയുടെ പ്ലെയിൻ ആയ സ്റ്റേറ്റ്മെന്റ് അഥവാ പതിവായി അല്ലെങ്കിൽ റൂട്ടീൻ പോലെ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. ന്യൂസ് പേപ്പർ ഹെഡിങ് അല്ലെങ്കിൽ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പോലെയൊക്കെയുള്ള യൂണിവേഴ്സൽ ട്രൂത്തുകളെ കുറിച്ച് പറയാനും സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ബേസ് ഫോം ഓഫ് വേർബ് അല്ലെങ്കിൽ V1, അതോടൊപ്പം പ്ലൂരൽ ആണെങ്കിൽ S or ESഉം കൂടെ ആഡ് ചെയ്യണം, പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് ഇതിന്റെ ഫോർമുല. ഈ ഒരു ഫോർമുല വെച്ച് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. I write the letter. Next, she writes the letter. Then they write the letter. ഇവയെല്ലാം സിമ്പിൾ പ്രസന്റിന്റെ ഉദാഹരണങ്ങളാണ്. ഇവിടെ I, she, they എന്നതെല്ലാം സബ്ജക്റ്റ് ആണ്. അഥവാ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുക. ഇതിലെ വേർബ് എന്നത് റൈറ്റ് എന്ന വേർഡാണ് അഥവാ പ്രവൃത്തി. വേർബ് എന്ന് പറഞ്ഞ പ്രവൃത്തി അല്ലെ ആക്ഷൻ. റൈറ്റ് എന്ന വേർഡിന്റെ ബേസ് ഫോം അല്ലെങ്കിൽ V1 എന്ന് പറയുന്നത് റൈറ്റ് എന്ന് തന്നെയാണ്. റൈറ്റിന്റെ 3 ഫോംസ് ആണ്: റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇവിടെ ലെറ്റർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റുമാണ്. സോ ഐ റൈറ്റ് ദ ലെറ്റർ എന്നത് സിമ്പിൾ പ്രസന്റ് ഒരു എക്സാമ്പിൾ ആണ്. സബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ വേർബ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇതിലെ വേർബ് എന്ന് പറയുന്നത് V1 അതിന്റെ ബേസ് ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സിമ്പിൾ പ്രസന്റ് സെന്റൻസ് ആണ്. ഇനി ഷീ റൈറ്റ്സ് ദ ലെറ്റർ. ഷീ റൈറ്റ്സ് എന്ന് വരാൻ കാരണം ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ ആയ സബ്ജക്റ്റിന്റെ കൂടെ എപ്പോഴും സിംഗുലർ ആയിട്ടുള്ള വേർബ് ആണ് വരിക. അതുകൊണ്ടാണ് റൈറ്റ്സ് എന്ന് വന്നത്. ഐ എന്നതിന്റെ കേസിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഇനി അടുത്ത് ദേ റൈറ്റ് ദ ലെറ്റർ. ദേ റൈറ്റ് എന്ന് വരാൻ കാരണം ദേ എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്. പ്ലൂരലിന്റെ കൂടെ എപ്പോഴും പ്ലൂരൽ ഫോം ഓഫ് വേർബ് ആണ് വരിക. അതുപോലെ തന്നെ സിമ്പിൾ പ്രസന്റിന്റെ മറ്റു ഉദാഹരണങ്ങളാണ് ഐ പ്ലേ ദ ഗിറ്റാർ, ഷീ പ്ലേസ് ദ ഗിറ്റാർ, ദേ പ്ലേ ദ ഗിറ്റാർ എന്നൊക്കെ. അടുത്ത ഫോം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആക്ഷൻസ് ദാറ്റ് ആർ ഹാപ്പനിങ് റൈറ്റ് നൗ. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വേർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് എന്നതാണ്. ഉദാഹരണം വെച്ച് നോക്കാം. ഐ ആം റൈറ്റിംഗ് ദ ലെറ്റർ റൈറ്റ് നൗ. ഷീ ഈസ് റൈറ്റിംഗ് ദ ലെറ്റർ. They are writing the letter. ഇവിടെ I, she, they എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു. ഇവിടെ I എന്നതിന്റെ കൂടെ am എന്ന ബി ഫോമും അതുപോലെ തന്നെ she എന്നതിന്റെ കൂടെ is, they എന്നതിന്റെ കൂടെ are എന്നൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ കൂടെ വന്നിട്ടുള്ള verb എന്ന് പറയുന്നത് writing അഥവാ V പ്ലസ് ING ഫോമിലാണ് വന്നിട്ടുള്ളത്. ഇതാണൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ എക്സാമ്പിൾ. ഇനി അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആക്ഷൻസ് ദാറ്റ് ആർ കംപ്ലീറ്റഡ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. അഥവാ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിന്റെ തൊട്ട് മുമ്പ് കഴിഞ്ഞ പ്രവർത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് നടന്ന ഒരു കാര്യത്തെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. V3 എന്ന് പറഞ്ഞാൽ തേർഡ് ഫോം ഓഫ് വേർബ്. എക്സാമ്പിൾ ഐ ഹാവ് റിട്ടൺ ദ ലെറ്റർ.
നമ്മൾ സംസാരിക്കുന്ന സമയത്തിൻ്റെ തൊട്ട് മുമ്പ് കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഷീ ഹാസ് റിട്ടൺ ദ ലെറ്റർ, ദേ ഹാവ് റിട്ടൺ ദ ലെറ്റർ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അടുത്തത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആക്ഷൻസ് ദാറ്റ് ബിഗാൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂ ടു ദ പ്രസൻറ്റ് മൊമെൻറ്റ് ഓർ നോട്ട് കംപ്ലീറ്റഡ് യെറ്റ്. കുറച്ച് മുന്നേ തന്നെ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ സംസാരിക്കുന്ന സമയത്തും ആ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് verb plus ing എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ദ ലെറ്റർ സിൻസ് യെസ്റ്റർഡേ. ഞാൻ ആ കത്ത് ഇന്നലെ മുതൽ എഴുതാൻ തുടങ്ങിയതാണ്, പക്ഷെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന രീതിയിലുള്ള ഒരർത്ഥമാണ് ഈ ഒരു സെന്റൻസിന് വരുന്നത്. ഇങ്ങനെ മുമ്പ് തുടങ്ങിയിട്ടുമുണ്ട്, എന്നാൽ സംസാരിക്കുന്ന സമയത്തും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.